ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കിന്ന് കുറച്ച് പിറ്റൂണിയ പ്ലാന്റ്സിനെ പരിചയപ്പെടാം. എനിക്ക് കൂടുതലും കളക്ഷൻസ് പിറ്റൂണിയ പ്ലാന്റ്സ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് പിറ്റൂണിയ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കോവിഡ് കാലഘട്ടം മുതൽ ഇതിൻ്റെ ഒരു കളക്ഷൻ തുടങ്ങിയതാണ്. ഫസ്റ്റ് എനിക്ക് ഈ പ്ലാന്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ്. ഒരു കട്ടിങ്സ് കിട്ടിയതാണ് എനിക്ക്. ആ പ്ലാന്റിൽ നിന്ന് എനിക്ക് ഒരുപാട് തൈകൾ എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റി. അതേപോലെ ആ പ്ലാന്റിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് എനിക്ക് ഒരുപാട് കളേഴ്സും കുറേ കളേഴ്സ് എനിക്ക് വാങ്ങാൻ പറ്റി. അങ്ങനെ ഇപ്പോഴും എനിക്ക് കുറേയധികം പിറ്റൂണിയ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ പിറ്റൂണിയ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ചാനൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള പിറ്റൂണിയ പ്ലാന്റ്സ് പതുക്കെ പതുക്കെ നമുക്ക് ഈ ചാനലിൽ സെയിലിനായിട്ട് അവൈലബിൾ ആക്കുന്നുണ്ട്. നമുക്കത് കുറച്ച് സമയം വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സിനെയൊക്കെ നിങ്ങൾക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് പിന്നീടുള്ള വീഡിയോസിൽ നമുക്ക് സെയിൽ പോസ്റ്റായിട്ട് ഇടുകയും ചെയ്യാം. നമുക്ക് ഒരു വീഡിയോയിലൂടെ നമുക്ക് എല്ലാ പിറ്റൂണിയ വെറൈറ്റീസും നമുക്ക് പരിചയപ്പെടാൻ കഴിയില്ല. ഒരു 5 വെറൈറ്റി നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തും. ആദ്യം എൻ്റെ കയ്യിലിപ്പോൾ ലേറ്റസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ളത് യെല്ലോ പിറ്റൂണിയാണ്. കാലിബസ്റ്റ് പെച്ചോവ യെല്ലോ പിറ്റൂണിയ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ പിറ്റൂണിയാസിനെ പോലെ ഹാങ് ചെയ്ത് താഴേക്ക് വരില്ല, ഒരുപാട് അങ്ങ് ഹാങ് ആവത്തില്ല. പക്ഷേ നല്ല ബഞ്ചായിട്ട് നിറച്ച് ഫ്ലവറായിട്ട് ബുഷിയായിട്ട് നിൽക്കും. അതാണ് ആ പിറ്റൂണിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത ടൈഡൽ വേവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ 3 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ടൈഡൽ വേവ് പ്യുവർ റെഡ് ഉണ്ട്, പിന്നെ ടൈഡൽ വേവ് ബ്ലാക്കിഷ് റെഡ്, പലരും അതിന് ഐവറി റെഡ് എന്ന് പറയും, പിന്നെ പിങ്ക് ഹോട്ട് എന്ന് പറയുന്നത്. ടൈഡൽ വേവ് മജന്ത എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ചാൽ നല്ല മജന്ത ഷെയ്ഡ് തന്നെയാണ്. പിന്നെ നാടൻ ഡബിൾ പെറ്റൽ പിറ്റൂണിയ. ഈ 5 പ്ലാന്റിനെയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്.